ജീവിതം കരുപ്പിടിപ്പിക്കാൻ പണിയെടുത്തിരുന്ന കൈകൾക്ക് ഇന്ന് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ. നട്ടെല്ലിലെ തകരാർ മൂലം കിടപ്പിലായ 50-കാരൻ സുമനസുകളുടെ സഹായം തേടുന്നു. നെന്മാറ NSS കോളേജിന് സമീപം പോക്കോട് വീട്ടിൽ അനിൽകുമാറിനാണ് 2 മാസം മുൻപുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഭാര്യ ലക്ഷ്മിയും മക്കളായ അഖിലയും അനന്യയും അടങ്ങുന്നതാണ് കുടുംബം. നിർമ്മാണ തൊഴിലാളിയായിരുന്ന അനിൽകുമാറിന്റെ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോയിരുന്നത്. 2 മാസം മുൻപ് പതിവ് പോലെ ജോലി ചെയ്യുന്നതിനിടെയാണ് ദുരന്തമുണ്ടായത്. 30 ലിറ്റർ വെള്ളം നിറച്ച ക്യാനുമായി കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്നതിനിടെ കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റതോടെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. അപകടത്തിന് ശേഷം അനിൽകുമാർ കിടന്ന കിടപ്പിലാണ്. സ്വയം എഴുന്നേൽക്കുവാനോ നടക്കാനോ കഴിയാത്തതിനാൽ നിത്യജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. മലമ്പുഴയിൽ ഒരു PWയുടെ വർക്കിന് പോയതായിരുന്നു. അപ്പോൾ ഒരു 20ൻ്റെ ക്യാനുമായിട്ട് ബിൽഡിങ്ങിൻ്റെ കുറച്ച് സ്റ്റെപ്പ് കയറി പോകാനുണ്ടായിരുന്നു. അത് കയറി പോയ സമയത്ത് അവിടെ എന്തോ ഒരു വഴുക്കി സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് വീണതാണ്. അത് ബാക്കിലെ നട്ടെല്ല് പൊട്ടി കഴുത്തിന് താഴെയുള്ളത്. അത് ആ ഞരമ്പിൽ കട്ടായിരുന്നോ കുടുങ്ങിയെന്നോ എന്താണ് ഡോക്ടർ പറയുന്നത്. അതങ്ങനെ ശരീരം മൊത്തം തളർന്നു, കൈ കാല് എല്ലാം തളർന്നു പോയി. ഒരു കൈ മാക്സിമം അനക്കാൻ പറ്റി. പിന്നെ അവിടെ ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. ശരീരത്തിലെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്, കൈ കാല് ശരീരമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നതിന് ശേഷമേ ഓപ്പറേഷനും സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 മാസം മേലെ ഇതേ കിടപ്പാണ്. ഇനി അടുത്ത മാസം 7-ാം തീയതി വീണ്ടും ചെക്കപ്പിന് പോകണം. പോയതിന് ശേഷം എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞു. പിന്നെ മെഷീൻ വെച്ചിട്ടുള്ള ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ 1200 രൂപയോളം വരും. കാരണം റൂം കാര്യങ്ങൾ, അതിൻ്റെ ഫിസിയോതെറാപ്പി ഫീസ്, നേഴ്സിംഗ് ഫീസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത കാരണം വീട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും കാട്ടിവിടും. മെഷീൻ വെച്ച് ചെയ്താൽ പെട്ടെന്ന് ആകുമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള ഇതില്ലാത്ത കാരണം വീട്ടിൽ നിന്ന് സമാധാനം കിടക്കുകയാണ്. പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഭാര്യ ഇന്ന് വർക്കിന് പോയിരിക്കുകയാണ്, നാളെ ഉണ്ടാവും. അമ്മായി, അച്ഛൻ്റെ സഹോദരി ഉണ്ട്. പിന്നെ അടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ വന്ന് ഭക്ഷണമൊക്കെ വാരിത്തരും. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കട്ടിലും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ബാക്ക് ലേശം ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം തരാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. അപകടത്തിന് പിന്നാലെ ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തേടിയത്. തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചികിത്സ തുടർന്നു. പിന്നീട് ശരീരത്തിന്റെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി വള്ളിയോട് സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിയും നടത്തി. എന്നാൽ അനിൽകുമാറിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. നിലവിൽ മരുന്നുകളും ഫിസിയോതെറാപ്പിയും ഉൾപ്പെടെയുള്ള ചികിത്സയാണ് തുടരുന്നത്. ചികിത്സയ്ക്കും അനുബന്ധ ചെലവുകൾക്കുമായി മാസം ഏകദേശം 25,000 രൂപയോളം ആവശ്യമായി വരുന്നുണ്ടെന്ന് കുടുംബം പറയുന്നു. സാമ്പത്തികം പറഞ്ഞ ഒന്നുമില്ല. വരുമ്പോൾ അന്നന്നാൾ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഭാര്യയും 2 മാസമായിട്ട് മുടങ്ങി ഇന്നാണ് വർക്കിന് ഇറങ്ങിയത്. ഞാനും കിടപ്പം. അതായത് കുട്ടികളുടെ കാര്യമൊന്നും നോക്കാനുള്ള ആകെ ബുദ്ധിമുട്ടായി. പിന്നെ കോളേജ് ഫീസ് പറയും. ഈ 10ാം ക്ലാസ് പഠിക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും നോട്ട് ബുക്ക്, പേന, പെൻസിൽ കൊണ്ട് വിളിക്കാൻ തുടങ്ങും. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ വേറെന്താ പറയുക, ഞാൻ അറിയുന്നവരെന്തെങ്കിലും സൗകര്യം ചെയ്യുക, അത് വേറെന്ത് പറയാനാണ്. ആ പത്മഗിരീശൻ സാറെന്ന് പറഞ്ഞ ആളെ വിളിച്ച് കിട്ടി. അയാളെ കൊണ്ടുള്ള ഉപകാരം കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഇത്തിരിയൊക്കെ അവർ എക്സ്റേ, സ്കാനിങ്, ഇനി MRI എല്ലാം എടുത്തത് കിട്ടി. അപ്പോൾ അവരും പറയുന്നത് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, 6 മാസം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ സർജറി ചെയ്യാൻ പറ്റും. അവർ ഇപ്പോൾ എന്നാ പറയുന്നത്, ഇനിയിപ്പോൾ 6 മാസം ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്നാണ് ഏകദേശം പറയുന്നത്. അത് ഒരുപാട് അകത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും നിരാശം. അതേപോലെ കൈയും കാലും എല്ലാം ശരീരമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നാലേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ചുരുങ്ങിയത് 6 മാസം ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞാൽ അവർ എണീറ്റിരുത്താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും സർജറിയുടെ കാര്യം മെല്ലെ ആവുള്ളൂ എന്നാണ് പറയുന്നത്. നല്ലൊരു സഹായം കിട്ടിയാൽ നമുക്ക് വളരെ ഉപകാരമായെന്ന് വിചാരിക്കും. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന അനിൽകുമാറിന് ജോലിക്ക് പോകാൻ കഴിയാതായതോടെ വരുമാനം പൂർണ്ണമായും നിലച്ചു. ഭർത്താവിനെ പരിചരിക്കുന്നതിനൊപ്പം കുടുംബം മുന്നോട്ടു കൊണ്ടുപോകുവാൻ ലക്ഷ്മി കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. എന്നാൽ കൂലിപ്പണിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വീട്ടുചെലവുകളും ചികിത്സാ ചെലവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം.
അതോടൊപ്പം മക്കളുടെ പഠനച്ചെലവുകളും കുടുംബത്തിന് വലിയ ബാധ്യതയാണ്. അനിൽകുമാറിന്റെ പരിചരണത്തിനായി പാലിയേറ്റീവ് കെയർ വിഭാഗം കട്ടിൽ നൽകിയിട്ടുണ്ട്. ചികിത്സയ്ക്കായി ഓരോ ദിവസവും ചെലവഴിക്കുന്ന പണം കണ്ടെത്താൻ പാടുപെടുന്ന ഈ കുടുംബത്തിനു മുന്നിൽ ഇനി പ്രതീക്ഷയായി അവശേഷിക്കുന്നത് സുമനസ്സുകളുടെ കൈത്താങ്ങാണ്. അനിൽകുമാറിന്റെ ചികിത്സ തുടരുവാനും മരുന്നുകൾ വാങ്ങുവാനും ഫിസിയോതെറാപ്പി നടത്തുവാനും കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. ചെറിയൊരു സഹായം പോലും ഈ കുടുംബത്തിന് വലിയ ആശ്വാസമാകും. യുഡിവി ന്യൂസ്, പാലക്കാട്.